ഡിയേഴ്സ് ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം, ഡികമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം, ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ, ദ്വിവിഘടന രാസപ്രവർത്തനം, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഓരോ റിയാക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ CaO എന്ന് പറയുന്ന ക്വിക്ക് അഥവാ നീറ്റുകൊക്കെ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി വാട്ടർ H2O എന്ന് പറയുന്ന വാട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതിനർത്ഥം ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് മുമ്പേ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം CaO എന്ന് പറയുന്ന കാൽസ്യം ഓക്സൈഡും H2O എന്ന് പറയുന്ന വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ CaOH twice എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് കിട്ടിയത്. അതായത് ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് അല്ലേ, അതായത് രണ്ടോ അതിലധികമോ സിമ്പിൾ സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ട്, അതായത് A+B കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് C എന്ന് പറയുന്ന പുതിയ പ്രൊഡക്റ്റ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ അഥവാ സംയോജന രാസപ്രവർത്തനം എന്ന് വിളിക്കുക. ഇനി രണ്ടാമത് നമ്മളിവിടെ അമോണിയം ഡൈക്രോമേറ്റിനെ എടുത്തിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നു. അതിൻ്റെ ഫ്ലാസ്ക് നന്നായിട്ട് അടച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ചൂട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് അല്ലേ, ഇവിടെ റെഡിഷ് ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറായിട്ടുള്ള ഈ ഒരു സാധനം അമോണിയം ഡൈക്രോമേറ്റ് എന്തായിട്ട് മാറുകയാണ്, ഗ്രീൻ കളറായിട്ട് ചേഞ്ച് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം അമോണിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സബ്സ്റ്റൻസ്, ഒരൊറ്റ സാധനമാണ് ഇവിടെ എന്തായിട്ട് മാറിയത്, ക്രോമിയം ട്രയോക്സൈഡും വാട്ടറൊക്കെ ആയിട്ട് വിഘടിച്ചത് അല്ലേ, വിഘടിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ഒരൊറ്റ വികാരകമായിട്ടുള്ള റിയാക്ടൻ്റ് എന്ത് ചെയ്യാണ്, Bയും Cയും Dയും ഒക്കെ ആയിട്ട് മാറാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക, അതായത് വിഘടന രാസപ്രവർത്തനം. ഓക്കെ, ഇനിയുള്ളത് ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇതൊന്നുമില്ല, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും NaCl സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ AgNO3 സിൽവർ നൈട്രേറ്റും ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരസ്പരം അയേണുകൾ വെച്ച് മാറിയിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ Na എന്ന് പറയുന്ന ആളെ NO3 എന്ന് പറയുന്ന ആളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അല്ലേ, Na എന്ന് പറയുന്ന ആളെ NO3 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ Ag എന്ന് പറയുന്ന സിൽവർ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് നെഗറ്റീവ് പോസിറ്റീവ് അയേണുകൾ തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയാം അല്ലേ. ഇവിടെ ഒന്നും സംഭവിക്കണില്ല, ഇവിടെ അയേണുകൾ പരസ്പരം എന്താണ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെയുള്ളതാണ് ഓക്കെ. അപ്പോൾ ഓരോന്നിനും ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എന്താണെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ എന്ന് വിളിക്കും ഇതിനെ, ആദേശ രാസപ്രവർത്തനം. ഇതിൽ നമുക്ക് എന്താണ്, ഒന്നുമില്ല, ഇവിടെ ഒരാളെ ആദേശം ചെയ്യുകയാണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് വിളിക്കുകയാണ്. ഇവിടെ Zn എന്ന് പറയുന്ന ജിങ്കും ഉണ്ട്, HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ്രജനെ ചവിട്ടി അങ്ങോട്ട് പുറത്താക്കുകയാണ് അല്ലേ. ഇവിടെ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഇവിടുന്ന് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പകരം അവിടെ സിങ്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ZnCl2 ആയിട്ട് H2 എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ട് ഹൈഡ്രജൻ പുറത്തോട്ടേക്ക് പോവാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വേർ എൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഇത്രയാണ് നമ്മുടെ രാസപ്രവർത്തനത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു കൊളിഷൻ തിയറി പറയുന്നുണ്ട്. കൊളിഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഏതൊരു രാസപ്രവർത്തനം നടക്കണമെങ്കിലും അവിടെ നല്ല കൂട്ടിമുട്ടലുകൾ അല്ലേ, നല്ല അടി നടക്കണം, കൂട്ടിമുട്ടലുകൾ. അപ്പോൾ അതിനെയാണ് കൊളിഷൻ തിയറിയിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി റിയാക്ടൻ്റ് കൊളോയിഡ് വിത്ത് ഈച്ച് അതർ. അതായത് അവർ തമ്മിൽ നല്ലൊരു കൊളിഷൻ നടന്നാൽ, കൂട്ടിമുട്ടലുകൾ നടന്നാൽ മാത്രമേ അവിടെ റിയാക്ടൻറ്റും പ്രൊഡക്റ്റുകളും തമ്മിൽ റിയാക്ടൻറ്റുകൾ തമ്മിൽ ഒരു കൂട്ടിമുട്ടലുകൾ നടന്നാൽ മാത്രമേ, കൊളോയിഡുകൾ നടന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ,
കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. പിന്നെ അവിടെ ഏത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും അതിന് എന്തുണ്ടാവണം, സെർട്ടൈൻ എക്സസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഉള്ളത്. ഓക്കെ.